ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യം. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ആദിമ സഭയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിലുള്ള വിശ്വാസത്താൽ തീക്ഷ്ണതയോടെ കർത്താവിന് വേല ചെയ്ത കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അനേക അത്ഭുതങ്ങൾ സംഭവിച്ചു. ഈ അത്ഭുത പ്രവൃത്തികൾ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അത് അനുഗ്രഹകരമായി തീരും. അതുകൊണ്ട് നാം അന്ന് ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്യാസ് ശൗലിൻ്റെ മേൽ കൈവച്ചപ്പോൾ അവിടെ നടന്നൊരു അത്ഭുതമാണ്. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് അരുളി ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ ശൗൽ എന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ തീക്ഷ്ണതയോടെ അവൻ്റെ ഔദ്യോഗികമായ ജോലി നിർവഹിക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പിന്നീട് പൗലോസായ ശൗൽ. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിരസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരം വാങ്ങി. ഇവിടെ ആദിമസഭയിലെ പീഡനകാലത്തുണ്ടായ ഒരു സംഭവമാണ് ഇവിടെ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. ദമസ്കോസിലുള്ള വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് അവരെ പീഡിപ്പിക്കുക, അവരെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, ഇതിനുവേണ്ടി അധികാരപത്രം ലഭിച്ച ഒരു അധികാരിയായിരുന്നു ശൗൽ. ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന ഒരു യഹൂദനാണ്. ന്യായപ്രമാണം അനുസരിച്ച് ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. ഇവരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നത് തെറ്റാണത്, പാപമാണെന്ന് തിരിച്ച് അറിഞ്ഞൊരു വ്യക്തിയാണ്. കാരണം മനുഷ്യനായ പ്രവാചകനായ യേശുവിനെ ഇവർ ദൈവമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവരെ കൊന്നുകളയുക, ഇവരെ പീഡിപ്പിക്കുക, ഇതിനുള്ള അധികാരപത്രമാണ് ഇവിടെ ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തമാക്കിയത്. അങ്ങനെ ഈ അധികാരവുമായിട്ട് ഈ ജനത്തെ പീഡിപ്പിക്കാൻ വേണ്ടി, അവരെ പിടിച്ചുകെട്ടി യെരുശലേമിൽ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്, അതിന് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ പ്രയാണം ചെയ്തു ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് ഒരു വെളിച്ചം അവൻ്റെ മേൽ ചുറ്റും മിന്നി. ഒരു ഇടിമിന്നൽ പോലെ ഒരു മിന്നൊളി അവൻ്റെ മേൽ പതിച്ചു. അവിടെ അടുത്ത വാക്യത്തിൽ പറയാണ്, അവൻ നിലത്ത് വീണു. ആ മിന്നലൊളി ഉണ്ടായ ഉടനെ അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടവൻ നിലത്ത് വീണു. അതായത് അവൻ്റെ മാനുഷികമായ ശക്തിയേക്കാൾ വലിയൊരു അമാനുഷികമായ ശക്തി അവൻ്റെ മേൽ പതിച്ചു. ഈ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരു മനുഷ്യൻ്റെ മാനുഷികമായ ശക്തിയെ ജയിക്കുന്ന ദൈവിക ശക്തി അവൻ്റെ ശരീരത്തിന്മേൽ വന്ന് പതിച്ചപ്പോൾ അവൻ നിലത്ത് വീണു. നിലത്ത് വീണ് കിടക്കുന്ന ഈ ശൗലൊരു ശബ്ദം കേൾക്കുകയാണ്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ത് എന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന് ഒരു കാര്യം മനസ്സിലായി, ഇത് കർത്താവാണ് സംസാരിക്കുന്നത്.
അപ്പോൾ ന്യായപ്രമാണം മുഴുവൻ കാണാതെ പഠിച്ചിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ശൗൽ. അതുകൊണ്ടാണ് അവൻ ദൈവസ്വരം തിരിച്ചറിഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ ദൈവം സംസാരിക്കുന്ന അനേക നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ദൈവം സംസാരിക്കുന്നത് നാം വീണ് കിടക്കുമ്പോഴാണ്. നമ്മുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട്, മാനുഷികമായ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ സാധാരണ പറയുന്ന പോലെ എല്ലാം തകർന്ന് ഒന്നുമില്ലാതായി കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവസ്വരം കേൾക്കുന്നത്. ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ അതും നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. നാം സന്തോഷത്തിൻ്റെ സമയത്തും ദുഃഖത്തിൻ്റെ സമയത്തും ആകുലപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന സമയത്തെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ദൈവസ്വരം നമ്മൾ തിരിച്ചറിയുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവസ്വരം തിരിച്ചറിയുന്നത് നാം നമ്മുടെ മാനുഷികമായ ശക്തി നിർവീര്യമായി, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, എല്ലാ രീതിയിലും നാം തകർന്ന് കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവസ്വരം കേൾക്കുന്നത്. പലപ്പോഴും ഈ താമസിച്ചുള്ള ധ്യാനത്തിന് അനേകം പേര് വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അനേക കഷ്ടതകളിലൂടെ, രോഗങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കാണ് പെട്ടെന്ന് ദൈവസ്വരം തിരിച്ചറിയാൻ കഴിയുന്നത്. മറ്റുള്ള നിർബന്ധം കൊണ്ട് ദൈവവചനം കേൾക്കട്ടെ, ധ്യാനം കൂടട്ടെ, മാനസാന്തരപ്പെടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തെ പ്രതി ആരെങ്കിലും നിർബന്ധിച്ച് ധ്യാനത്തിന് വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ ആഗ്രഹമായിരിക്കില്ല, അവരുടെ താല്പര്യത്തിനല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല, ദൈവവചനം കേൾക്കാനോ ദൈവസ്വരം തിരിച്ചറിയാനോ അവർക്ക് താല്പര്യമില്ല. എന്നാൽ തകർന്ന അവസ്ഥയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, ഇനി ആരും സഹായിക്കാനില്ല, ദൈവം മാത്രമാണ് ആശ്രയം. ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ കടന്നു വരുന്ന അനേകം വ്യക്തികളാണ് പെട്ടെന്ന് ദൈവവചനത്തിലൂടെ ദൈവസ്വരം തിരിച്ചറിയുന്നത്. ഇതെന്നോടാണ് സംസാരിച്ചത്, ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു എന്ന് സാക്ഷ്യം പറയുന്ന അനേകം വ്യക്തികൾ. ഇവിടെ ശൗലിൻ്റെ കാര്യത്തിൽ അവൻ്റെ ശാരീരികമായ, മാനുഷികമായ എല്ലാ ശക്തികളും നിർവീര്യമായി അവൻ തകർന്ന് താഴെ വീണ് കിടക്കുകയാണ്. ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഈ അവസരത്തിലാണ് അവൻ ദൈവസ്വരം കേൾക്കുന്നത്. അവൻ ദൈവസ്വരം തിരിച്ചറിഞ്ഞു. കാരണം അടുത്ത വാക്യത്തിൽ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ നാം ദൈവത്തെ പല പ്രാവശ്യം പീഡിപ്പിച്ചിട്ടുണ്ട്. ദൈവസ്വരം കേൾക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരവസരമായി നാം അതിനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് ഉത്തരമായി ലഭിക്കുന്ന മറുപടി ഇതാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അവൻ്റെ ചോദ്യത്തിന് വ്യക്തമായിട്ട് ഉത്തരം ലഭിക്കുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. ഇവിടെ ഇവൻ പീഡിപ്പിച്ചത് യേശുവിനെ അല്ല, യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ദൈവജനത്തെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട സത്യമുണ്ട്, ഒരു വിശ്വാസി ആരാണ്? യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്, ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒരു സ്ത്രീ തൊട്ടപ്പോൾ യേശു ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു വിശ്വാസി. ഒരു വിശ്വാസിയെ തൊടുമ്പോൾ അത് യേശുവിനെയാണ് തൊടുന്നത്. കർത്താവിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന, യേശുവിനെ കർത്താവ് ദൈവമായി വിശ്വസിക്കുന്ന, നിത്യമായി സ്വർഗ്ഗം ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയെ തൊടുമ്പോൾ യേശുവിനെയാണ് തൊടുന്നത്. ഇവിടെ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം ലഭിക്കുക, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. അതായത് യേശുള്ള വിശ്വാസത്താൽ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു വിശ്വാസി യേശുവിൻ്റെ ഒരു അവയവമാണ്, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്, ഒരു ഭാഗമാണ്. ഇവിടെ ഒരു വിശ്വാസിയെ തൊടുമ്പോൾ യേശുവിനെയാണ് തൊടുന്നത്. ഇവിടെ ഈ ശൗൽ ഒരു രീതിയിലും യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല, യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പോലും ഒന്നും ചെയ്തിട്ടില്ല.
എന്നാൽ യേശു പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അപ്പോൾ ഇവിടെ വ്യക്തമായൊരു സന്ദേശം ദൈവം നൽകുകയാണ്. ദൈവജനത്തെ പീഡിപ്പിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ പീഡിപ്പിക്കുമ്പോൾ അത് യേശുവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഇവിടെ ഈ ഉത്തരം കേട്ട ഉടനെ അവൻ ശ്രദ്ധിക്കുമ്പോൾ അടുത്ത് യേശു പറയുകയാണ്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഇത് ശൗല് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഈ സ്വരം കേൾക്കുവാൻ സാധിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന വാക്ക് എല്ലാവരും കേട്ട് അവർ മരവിച്ചു നിന്നു എന്ന വചനം പറയുന്നു. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇതാ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ മിന്നൊളി അവൻ്റെ മേൽ പതിഞ്ഞു. അവൻ നിലം പറ്റി, അവൻ നിലത്ത് വീണു. പിന്നെ അവൻ എഴുന്നേൽക്കുന്നത് കാഴ്ച ഇല്ലാത്തവനായിട്ടാണ്. ഇവിടെ ഇതൊരു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി ദൈവം നൽകിയ ഒരു അനുഭവമാണ്. അതായത് ചില അനുഭവങ്ങളിലൂടെയാണ്, ചില സഹനങ്ങളിലൂടെയാണ് ദൈവം ചില വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഭവം നൽകുന്നത്. പലരും ചോദിക്കാറുണ്ട്, ദൈവമേ നീ എനിക്ക് എന്തിന് ഈ വേദന നൽകി, എന്തിന് ഈ കണ്ണുനീര് നൽകി, നീ എനിക്ക് എന്തിന് ഈ കഷ്ടം നൽകി, എന്തുകൊണ്ട് എൻ്റെ ഈ രോഗം, എന്തുകൊണ്ട് ഈ കടബാധ്യത? ഞാൻ ഒരു തിന്മ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, ഞാൻ ഒരു ദോഷവും ആർക്ക് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ കഷ്ടത, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ ദാരിദ്ര്യം, എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് ഞാൻ ഈ തകർച്ച അനുഭവിക്കുന്നു? ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു സഹനം നൽകുകയാണ്. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ തപ്പിത്തറന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ താങ്ങിപ്പിടിച്ച് അവനെ ദമസ്കോസിൽ കൊണ്ടുപോയി. ഇവിടെ ഇവൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണം ദൈവം അവനെ ശിക്ഷിച്ചതല്ല, ദൈവത്തിൻ്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, നൊമ്പരങ്ങളെല്ലാം ദൈവം നൽകുന്ന ശിക്ഷയാണ് നമ്മൾ കാണരുത്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഇതുപോലെ നാശത്തിൻ്റെ വഴിയിൽ കിടക്കുന്ന കോടിക്കണക്കിന് മക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് കണ്ണിന് കാഴ്ചയില്ലാതെ, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാതെ, സത്യദൈവത്തെ കണ്ടെത്താൻ കഴിയാതെ, ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ കഴിയാതെ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന, പിശാചിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നൊരു സന്ദേശം ഇതാണ്: അവരെ കരം പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലെത്തിക്കുക. ഇവിടെ അന്ധനായി മാറിയ, കാഴ്ച നഷ്ടപ്പെട്ട ശൗലിനെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. ദമസ്കോസ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പരിപാലന, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ ദൈവാനുഭവത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അവസരങ്ങളുണ്ടാവും. ഒരു ധ്യാനം, ഒരു കൺവെൻഷൻ, ഒരു ഉപവാസ പ്രാർത്ഥന, ഇങ്ങനെയുള്ള ചില കൂട്ടായ്മകൾ, ചില അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം ഒരുക്കുന്നൊരു, ദൈവാനുഭവത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമാണ്. ഈ ദമസ്കോസിൻ്റെ പടിവാതിൽ എന്ന് പറയുന്നത് പത്രോസിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു പടിവാതിലായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇതുപോലെ ഒത്തിരി ദൈവാനുഭവത്തിൻ്റെ പടിവാതിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ചിലരുടെ ധ്യാനം കൂടാൻ പറഞ്ഞാൽ സമയമില്ല, സാഹചര്യം അനുകൂലമല്ല, എല്ലാം അനുകൂലമായി കഴിയുമ്പോൾ ധ്യാനം കൂടാമെന്ന് ചിന്തിക്കുന്ന, ദൈവവചനം കേൾക്കാമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്.
എന്നാൽ തിരിച്ചറിയുക, ദൈവം നിനക്ക് ഒരുക്കുന്ന ഒരു അവസരമാണത്. ഒരു ദമസ്കോസിൻ്റെ പടിവാതിലാണ് നിൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവത്തിൻ്റെ ആരംഭം. അതൊരു ധ്യാനമായിരിക്കാം, ഒരു കൺവെൻഷനായിരിക്കാം, ഒരു ഉപവാസ പ്രാർത്ഥനയായിരിക്കാം. ഇതിലൂടെ നാം ദൈവാനുഭവത്തിലേക്ക്, ദൈവത്തെ തിരിച്ചറിയാനുള്ള, ദൈവത്തെ രുചിച്ചറിയാനുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം ഒരുക്കുന്ന ഒരു പടിവാതിലാണിത്. എൻ്റെ വ്യക്തിപരമായ ജീവിതം എനിക്ക് പറയാൻ സാധിക്കും, 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹനത്തിൻ്റെ തീച്ചുളയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, ഡോക്ടർമാർ ഉപേക്ഷിക്കപ്പെട്ട്, വൈദ്യശാസ്ത്രം കൈവിട്ട് ജീവിതകാലം മുഴുവൻ രോഗിയായി ജീവിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി, അങ്ങനെ രോഗത്തിൻ്റെ മധ്യത്തിൽ സൗഖ്യം കിട്ടാൻ വേണ്ടി ധ്യാനം കൂടാൻ പോയൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ദൈവാനുഭവത്തിൻ്റെ ആദ്യ പടിയായിരുന്നു 20 വർഷം മുമ്പ് ഞാൻ ആദ്യമായി കൂടിയ ഒരു ധ്യാനം. ഇവിടെ ശൗലിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു പടിയാണ് ദമസ്കോസിൻ്റെ പടിവാതിലെങ്കിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പടിവാതിലായിരുന്നു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി കൂടിയൊരു ധ്യാനം. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇതുപോലെ കുറേ പടിവാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു ധ്യാനം കൂടാൻ പറയുമ്പോൾ, വചനം കേൾക്കാൻ പറയുമ്പോൾ, അത് ദൈവാനുഭവത്തിൻ്റെ ഒരു പടിവാതിലാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു തുറവി ആരംഭിക്കുകയാണ്. ഇവിടെ പത്രോസിനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലെത്തിച്ചു. ഇതുപോലെ നമുക്ക് ചുറ്റും കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന അനേകം ആത്മാക്കളെ കൈപിടിച്ച് ദൈവാനുഭവത്തിൻ്റെ പടിവാതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു ചുമതലയാണ്. അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അതായത് അവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി 3 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാണ്. 3 ദിവസം അവൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതിരുന്നു. അവിടെ സംഭവിച്ചത് 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളിച്ചു കേട്ടു. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസുസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ദർശനത്തിൽ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന അനന്യാസിന് ദൈവം ദർശനം നൽകിയ. ഈ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അനന്യാസിന് മറുപടി പറയുന്നുണ്ട്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ ശൗലിനെ അനന്യാസിന് വ്യക്തമായിട്ടറിയാം. കാരണം അവൻ യെരൂശലേമിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്കെതിരെ അവൻ പ്രവർത്തിക്കുന്നവനാണ്. അതുമാത്രമല്ല, ദമസ്കോസിലേക്കും അധികാരപത്രവുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നിൻ്റെ ജനത്തെ പീഡിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരുവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ അനന്യാസിൻ്റെ ചോദ്യം അത് വ്യക്തമാണ്. എന്നാൽ കർത്താവ് മറുപടി പറയുകയാണ് കർത്താവിനോട്, നീ പോകാം, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. ഇവിടെ അനന്യാസിന് വ്യക്തമായി മറുപടി നൽകുകയാണ്, നീ പോകാം. എന്തിനാണ് നീ പോകേണ്ടത്? അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ ജനത്തെ കൊന്നു മുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവജനത്തെ കൊന്നു മുടിക്കാൻ വേണ്ടി അധികാരപത്രം ലഭിച്ചിരിക്കുന്ന ശൗലിനെ ദൈവത്തിൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുക. അതിൻ്റെ കാരണം ജാതികൾ യേശുവിനെ അറിയണം. നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകും.
ഇവിടെ ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തിൽ ജീവിതത്തിൽ സഹനമുണ്ടോ, വേദനയുണ്ടോ, കണ്ണുനീരുണ്ടോ, കഷ്ടതയുണ്ടോ, രോഗമുണ്ടോ, കടബാധ്യതയുണ്ടോ, ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കീലാണോ? നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എന്താണ്? ലോകത്തിൽ അനേകം വ്യക്തികളുടെ മുന്നിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണ് നീ. നിത്യമായി രോഗക്കിടക്കയിൽ കിടക്കേണ്ട വ്യക്തിയല്ല. ജീവിതകാലം മുഴുവൻ കഷ്ടതയും രോഗവും അനുഭവിക്കേണ്ട വ്യക്തിയല്ല. ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട വ്യക്തിയല്ല. ദൈവത്തിൻ്റെ മഹത്വം നിന്നോട് വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സത്യം നമ്മൾ എന്ന് തിരിച്ചറിയുന്നോ അന്നാണ് ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് എൻ്റെ വിധിയാണ്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വിധിയാണ്, ഇതെൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു കഷ്ടതയുണ്ടെങ്കിൽ നാളെ ഒരു അനുഗ്രഹമുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഇന്നൊരു രാത്രിയാണെങ്കിൽ ഇതൊരു രാത്രിയാണെങ്കിൽ നാളെ ഒരു പകലുണ്ട്. ഇപ്പോൾ ഞാനൊരു കയറ്റമാണ് കയറുന്നതെങ്കിൽ കയറ്റം കയറി കഴിയുമ്പോൾ ഒരു ഇറക്കമുണ്ട്. ഇന്നെൻ്റെ ജീവിതം ഒരു ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവമാണെങ്കിൽ ഇതിന് പിന്നിലൊരു ഉയർപ്പുണ്ട്. അതായത് കഷ്ടതയുടെ പിന്നിലൊരു അനുഗ്രഹമുണ്ട്. ജീവിതകാലം മുഴുവൻ കഷ്ടതയാണ്, ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം അനുവദിച്ചിരിക്കുന്ന സഹനമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട്, ഒരു സൗഖ്യമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു അഭിവൃദ്ധിയുണ്ട്, ഒരു ഉയർച്ചയുണ്ട്. ഇവിടെ കാഴ്ച നഷ്ടപ്പെട്ട ശൗവൽ ദൈവത്താൽ സൗഖ്യം പ്രാപിക്കാൻ ദൈവം ഒരു അവസരമൊരുക്കി. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനൊരു അവസരമാണ്. കാരണം അനേകം വ്യക്തികൾക്ക് സാക്ഷ്യം വഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിയണം. ഇവിടെ അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാവുന്നെന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അതായത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവൻ കഷ്ടം അനുഭവിക്കണം. അതായത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഷ്ടതകൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗവലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായി യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ അനന്യാസ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ശൗവലിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ശൗവലിൻ്റെ തലയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ കാഴ്ച പ്രാപിക്കുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് അവൻ കാഴ്ച പ്രാപിക്കുകയാണ്. അതായത് അവൻ്റെ അന്ധത മാറി, അവൻ്റെ പാപത്തിൻ്റെ അന്ധത മാറി, ലോകത്തിൻ്റെ മോഹങ്ങളുടെ അന്ധത മാറി, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുടെ അന്ധത മാറി. അവന് കർത്താവിനെ കണ്ണു തുറന്ന് കാണുവാനുള്ള കാഴ്ച ലഭിച്ചു. ഇന്ന് നമുക്ക് കർത്താവിനെ കാണാൻ കഴിയാത്തതിൻ്റെ കാരണം ആത്മാവിൻ്റെ അന്ധതയാണ്, ജഡത്തിൻ്റെ അന്ധതയാണ്, ലോകത്തിൻ്റെ അന്ധതയാണ്. ഇന്ന് പിശാച് നമ്മുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. നാം കാണുന്ന മുഴുവൻ പിശാചിൻ്റെ കണ്ണിലൂടെയാണ്. ജഡത്തിൻ്റെ മോഹങ്ങളെ, ലോകത്തിൻ്റെ മോഹങ്ങളെ, പാപത്തിൻ്റെ ആസക്തികളെ നാം കാണുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ അന്ധമായ കണ്ണിൽ ചില മോഹങ്ങൾ ചെതമ്പലായിരിക്കുക. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപനം, ഇത് ചെതമ്പൽ പോലെ നമ്മുടെ കണ്ണിലിരിക്കുക. ഇത് അറ്റു വീഴണം. കൈവപ്പുള്ള ഒരു കർത്താവിൻ്റെ ശിഷ്യൻ്റെ കരങ്ങൾ വഴി അവൻ്റെ ചെതമ്പൽ വിട്ടുമാറുകയാണ്. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ചൊരു വ്യക്തിയുടെ കൈവപ്പിലൂടെ നമ്മുടെ കൺമോഹം, ജഡത്തിൻ്റെ ലോകത്തിൻ്റെ മോഹങ്ങൾ വിട്ടുമാറുമ്പോൾ കർത്താവിനെ കാണുവാനുള്ള കാഴ്ച പ്രാപിക്കും.
അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ ദമസ്കോസ് ശിഷ്യന്മാരുടെ കൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവത്തിൽ നിന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്യുന്നവൻ ഇവനല്ലയോ? ഇവിടെയും അവനെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലയോ അവൻ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അതായത് അനേക വ്യക്തികൾക്ക് യേശു കർത്താവാണ്, ദൈവമാണെന്ന് സാക്ഷ്യം നൽകുവാൻ ഈ ശൗലിനെ ദൈവം പൗലോസായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് എൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് എന്ന് നാം തിരിച്ചറിയണം. രോഗം മാറുന്നതോ, കഷ്ടത മാറുന്നതോ, സൗഖ്യം ലഭിക്കുന്നതോ, ദാരിദ്ര്യം മാറുന്നതോ ഒന്നും അല്ല ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ സൗഖ്യം, ഏറ്റവും വലിയ വിടുതൽ, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മാനസാന്തരമാണ്. ഒരു മനുഷ്യൻ്റെ അന്ധത മാറുകയാണ്. അവൻ കാഴ്ച പ്രാപിച്ച് യേശുവിനെ കാണുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെയാണെങ്കിൽ പാപത്തിൻ്റെ ചിതമ്പൽ, ലോകത്തിൻ്റെ മോഹത്തിൻ്റെ ചിതമ്പൽ, പിശാചിൻ്റെ ചില ചിതമ്പൽ നമ്മുടെ കണ്ണിൽ അന്ധമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അന്ധത മാറുവാൻ, കാഴ്ച പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതനായി നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് അന്ധകാരത്തിൽ കിടക്കുന്ന പാപം ഒരു ചിതമ്പലായി, ലോകത്തിൻ്റെ മോഹങ്ങളൊരു ചിതമ്പലായി, ജഡത്തിൻ്റെ ആസക്തി ഒരു ചിതമ്പലായി ഇന്ന് അന്ധത പ്രാപിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, നിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം പ്രാപിക്കുവാൻ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ യേശുവിനെ തുറന്ന് കാണുവാൻ, കേൾക്കുവാൻ, അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് കണ്ണ് തുറന്ന് യേശുവിനെ കാണാൻ സാധിക്കുന്നത്, യേശുവിനെ അനുഭവിക്കാൻ സാധിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് യേശുക്രിസ്തു മുഖാന്തരം നിത്യം രക്ഷ പ്രാപിക്കുന്നത്. ഈ ഒരു ബോധ്യത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Beshmari